പുതിയ സൃഷ്ടിയാകുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അങ്ങനെയായാൽ നമ്മുടെ ഉത്തരവാദിത്വം ഏതെങ്കിലും വിധത്തിൽ മാറുന്നുണ്ടോ? അത് വർദ്ധിക്കുന്നുണ്ടോ? ചിന്തിക്കേണ്ട വിഷയമാണല്ലേ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു. ഈ പുതിയ സൃഷ്ടി ഒരു പഴയ സൃഷ്ടിയെ പരിഷ്കരിക്കലല്ല, നവീകരിക്കലല്ല, പിന്നെയോ അത് പുതിയ ജീവിയായി മാറുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ പ്രകൃതം തന്നെ മാറി ഒരു പുതിയ സ്വഭാവം, നൈസർഗികമായുള്ള താല്പര്യങ്ങൾക്ക് പോലും ഒരു വലിയ മാറ്റം, ഇതുവരെ ഉണ്ടായിരുന്ന ആവേശങ്ങൾ മാറി അതിൻ്റെ സ്ഥാനത്ത് ആത്മീയ താല്പര്യങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ, ദൈവത്തോടുള്ള ഒരു പ്രിയം, പ്രാർത്ഥനയുള്ള ഒരു വലിയ ആഗ്രഹം, ആരാധനയിലെ ഒരു വലിയ ആവേശം, വൃത്തിയായിരിക്കുവാനുള്ള താല്പര്യം, ദൈവവചനത്തോടുള്ള ഒരു വലിയ വാഞ്ച, ഇതിലൊക്കെ ഉപരി ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം, അതായത് മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതൽ. ഈ പുതിയ സൃഷ്ടിക്ക് കാരണഭൂതൻ ദൈവം മാത്രമാണ്. ദൈവം മാത്രമാകുന്നു അതിനുള്ള മുൻകൈയെടുത്തതും അതിനുവേണ്ടി സകലതും ചെയ്തതും. അവിടുന്ന് തൻ്റെ പുത്രനായ യേശുക്രിസ്തു മൂലം മനുഷ്യവർഗത്തെ തന്നോട് നിരപ്പിച്ചു. രക്ഷയും നിരപ്പും രണ്ട് കാര്യങ്ങളാണ്. രക്ഷ എന്നാൽ നമ്മുടെ പാപങ്ങൾ മോചിച്ചു എന്നുള്ളതാണ്. ഇനിയും പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടതില്ല എന്നാണ്. നിരപ്പെന്നാൽ ഒരു പുതിയ ബന്ധത്തിൽ എത്തുന്നതാണ്. നിരപ്പിനും മുൻകൈ എടുത്തത് ദൈവമാണ്. ഈ രക്ഷയും നിരപ്പും പ്രാപിച്ച ഓരോരുത്തർക്കും ഉള്ള ഉത്തരവാദിത്തമാണ് അത് പ്രാപിച്ചിട്ടില്ലാത്തവരെ അറിയിക്കുക എന്നുള്ളത്. വിശുദ്ധ പൗലോസ് ഉപയോഗിക്കുന്നത് നാം ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാകുന്നു എന്നുള്ള പദമാണ്, അംബാസഡേഴ്സ്. ആ ഭാഗം തന്നെ നമുക്ക് ഒരുമിച്ചൊന്ന് പഠിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞ് ഇന്ന് 16 മുതലുള്ള വാക്യങ്ങൾ നോക്കാം. 2 കൊരിന്ത്യർ 5-ന്റെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ എടുത്താട്ടെ. രണ്ട് കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞതായിരുന്നല്ലോ. ഇന്ന് നമുക്ക് 16 മുതലുള്ള വാക്യങ്ങൾ ചിന്തിക്കാം. പൗലോസ് നമ്മുടെ വലിയ പ്രത്യാശയെക്കുറിച്ച് ആദ്യ വാക്യങ്ങളിൽ പറഞ്ഞു. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന്. അതെ, സ്വർഗീയമായതിനെക്കുറിച്ച് പറഞ്ഞു. ദ്രവത്വമുള്ള ഈ ശരീരം നാം കളഞ്ഞിട്ട് പോകേണ്ടി വരും. നമുക്ക് ദ്രവിക്കാത്തത്, അനുഗ്രഹിക്കപ്പെട്ട ഒരു ശരീരം, രൂപാന്തരപ്പെട്ട ഒരു സ്വർഗീയ ശരീരം ലഭിക്കുവാൻ പോകുന്നു എന്ന് പൗലോസ് പറഞ്ഞു. പൗലോസ് ആ ചിന്ത തന്നെ മുൻപോട്ട് പല പ്രകാരത്തിൽ നമ്മെ മനസ്സിലാക്കി. ഇനിയും 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ആരെയും ഞങ്ങൾ ജഡപ്രകാരം അറിയുന്നില്ല. നാം ലൗകികരായിരുന്നപ്പോൾ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടിൽ ആളുകളെ നോക്കിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ലോകത്തിൻ്റെ വിശാലതയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൂട്ടത്തെ കാണാം. ക്രിസ്തുവിലാകാത്ത എല്ലാവരും ഈ ഗണത്തിൽപ്പെടും. ഞങ്ങൾ ജഡപ്രകാരം ആരെയും അറിയുന്നില്ല എന്ന് പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥം അവൻ്റെ സാമുദായിക പശ്ചാത്തലത്തിലോ വംശ പാരമ്പര്യത്തിലോ നിറത്തിലോ ആരെയും അറിയുന്നില്ല എന്നർത്ഥം. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവർ ആയിത്തീർന്നു. എന്നാൽ ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു. വിദ്യാസമ്പന്നനും വിദ്യാവിഹീനനും എല്ലാവർക്കും വേണ്ടി ക്രിസ്തു മരിച്ചു. പൗലോസ് പറയുന്നു, ഞങ്ങൾ ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞിരുന്നു, എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. തമ്മിലുള്ള ബന്ധം ജഡപ്രകാരം എന്നതിനേക്കാൾ ആത്മീയമാണ്. അതുകൊണ്ട് ജഡത്തിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആ വിധത്തിൽ
കൂടുതൽ പ്രത്യേകത, കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ, 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരവും ഇട്ടുകൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും വന്നാൽ, നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക, അല്ലെങ്കിൽ എൻ്റെ പാദപീഠത്തെങ്കിൽ ഇരിക്ക എന്നും പറയുന്നു എങ്കിൽ ഇതിലുള്ള തെറ്റെന്താണ്? മനുഷ്യവർഗത്തെ ഒന്നാകെ നാം കാണണം. എല്ലാവർക്കും വേണ്ടി ക്രിസ്തു മരിച്ചു എന്ന കാഴ്ചപ്പാടിൽ യഹൂദനെന്നോ പുറജാതി എന്നോ ഉള്ള വ്യത്യാസം അരുത്. പൗലോസ് ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞിരുന്നു. കർത്താവിൻ്റെ ക്രൂശീകരണത്തിനും പൗലോസ് ദൃക്സാക്ഷി ആയിരിക്കാനിടയുണ്ട്. ആ കാലത്ത് നടന്നൊരു വലിയ സംഭവമായിരുന്നില്ലേ കർത്താവിൻ്റെ ഈ ക്രൂശീകരണം? അതുകൊണ്ട് പൗലോസ് തീർച്ചയായും അത് അറിഞ്ഞിരുന്നിരിക്കാം, അത് കാണാൻ അവിടെ പോയിരുന്നിരിക്കാം. 1900 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ഈ ഭൂമിയിൽ കൂടെ നടന്നു എന്നുള്ളത് വാസ്തവമാണ്. ബേത്ലഹേമിൽ ജനിച്ചു, നസറേത്തിൽ വളർന്നു, ഗലീല പ്രദേശങ്ങൾ ചുറ്റിക്കറങ്ങി, ഗലീലയിലെ കാനാവിൽ തൻ്റെ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിച്ചു, യെരൂശലേമിലേക്ക് പോയി, ഒരു മരക്കുരിശിൽ അവിടെ മരിച്ചു. അരിമത്തിയിലെ യോസഫിൻ്റെ കല്ലറയിൽ നഗരത്തിനു വെളിയിൽ അടക്കം ചെയ്തു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. തനിക്ക് പ്രിയമുള്ളവർക്ക് പല പ്രാവശ്യം പ്രത്യക്ഷനായി. സ്വർഗത്തിലേക്ക് അവൻ കരേറിപ്പോയി. പിന്നീട് അവനെ ഗലീലക്കാരൻ എന്ന് ഇനിയും നാം വിളിക്കുന്നില്ല. ഇന്ന് അങ്ങനെ ഒരാളില്ല. ക്രിസ്മസ് സമയമാകുമ്പോൾ ധാരാളം ആളുകൾ യെരൂശലേമിലേക്ക്, ബേത്ലഹേമിലേക്ക് പോകാറുണ്ട്. അവിടം ജനനിബിഡമാകും. ക്രിസ്തുവിനെ ജഡപ്രകാരം നാമും അറിയുന്നുവെങ്കിലും ഇന്ന് അപ്രകാരമല്ല അറിയുന്നത്. ഈ മണ്ണിൽ കൂടി നടന്ന യേശുവിനെ അല്ല, മഹത്വത്തിൽ ജീവിക്കുന്ന യേശുവിനെയാണ് നാം ഇന്നറിയുന്നത്. ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നാമും അവനോടുകൂടെ ജീവിക്കുന്നു. എത്ര മഹത്വകരമായ ഒരാശയമല്ലേ! യേശുക്രിസ്തുവിൻ്റെ ഒരു രൂപത്തിന് പ്രാധാന്യം കൊടുത്ത് ആരാധിക്കുവാൻ ശ്രമിക്കുന്ന അനേകരും ഇന്നുണ്ട്. മനുഷ്യനെപ്പോഴും എന്തെങ്കിലും കൺമുൻപിൽ കണ്ടുകൊണ്ട് ആരാധിക്കുന്നതാണ് എളുപ്പം. എന്നാൽ യഥാർത്ഥ ആരാധന അതല്ല എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. പ്രഥമമായി യേശുക്രിസ്തുവിൻ്റെ രൂപമെന്നോ തിരുശേഷിപ്പുകൾ എന്നോ പറഞ്ഞ് ഇന്ന് സൂക്ഷിക്കുന്നതൊന്നും വാസ്തവമായിട്ടുള്ളതല്ല. അങ്ങനെ ഒന്നും ലഭിക്കുകയുമില്ല പ്രിയമുള്ളവരെ. പിന്നെ മനുഷ്യൻ്റെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്ന ഒരു മാർഗമായി അത് തീർന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഒരു ദൈവപൈതൽ ഇന്ന് ക്രിസ്തുവിനെ അറിയുന്നത് ജഡപ്രകാരമല്ല, ജഡത്തേക്കാൾ ഉപരി ആത്മീകമായിട്ടാണ് നാം അറിയുന്നത്. ജഡീകമായ ഒരു ബന്ധത്തേക്കാൾ ഉപരി ഇവിടെ കർത്താവ് വില കൽപ്പിച്ചിരുന്നത് ആത്മീക ബന്ധത്തിനായിരുന്നു എന്ന് വ്യക്തമാണ്. തൻ്റെ അമ്മയും സഹോദരന്മാരും ഒരിക്കൽ അവനെ കാണുവാൻ വന്ന് വെളിയിൽ നിൽക്കുമ്പോൾ ആ വിവരം കർത്താവിനോട് പറഞ്ഞപ്പോൾ അവൻ്റെ മറുപടി ഓർക്കുന്നില്ലേ? എൻ്റെ അമ്മയും സഹോദരന്മാരും ആര്? ദൈവവചനം കേട്ട് ചെയ്യുന്നവരത്രേ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും എന്ന് യേശു ഉത്തരം പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. 2 ദൈവമക്കൾ പോലുമുള്ള ബന്ധം പ്രഥമമായി ആത്മീകമായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ശാരീരിക ബന്ധത്തിന്, ഈ ജഡീകമായിട്ടുള്ള ബന്ധത്തിന് അർത്ഥമുണ്ടാകും. കർത്താവായി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ഏറ്റുപറഞ്ഞ് അവൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നൊരു വ്യക്തിക്ക് മാത്രമേ ആത്മികനായി എന്ന് പറയുവാൻ കഴിയും. 1900 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ നടന്നിരുന്ന ഒരാളുമായിട്ടല്ല നാം ഇന്ന് താതാത്മ്യപ്പെട്ടിരിക്കുന്നു. പിന്നെയോ മഹത്വത്തിൽ ഇന്നായിരിക്കുന്ന ആ മഹത്വവാനായ ദൈവവുമായിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, നാം തമ്മിലുള്ള ബന്ധം ആത്മികമായിരിക്കണം. അതുകൊണ്ടാണ് ക്രിസ്തീയ വിവാഹത്തിൽ സാധാരണ പറയാറില്ലേ, അത് 2 വ്യക്തികൾ തമ്മിൽ ചേരുന്നതല്ല, പിന്നെയോ മൂന്നാമത് ഒരു വ്യക്തിയും അതിനകത്ത് വരുന്നു, ദൈവം കൂട്ടിച്ചേർക്കുന്നു. അതുകൊണ്ട് ഒരു കുടുംബ ബന്ധം പോലും, ഭാര്യാഭർത്തൃ ബന്ധം പോലും ജഡീകം എന്നതിനേക്കാൾ ഉപരി, ശാരീരികം എന്നതിനേക്കാൾ ഉപരി ഒന്നാമതായി അത് ആത്മീകമായിരിക്കണം. അങ്ങനെ കാണുവാൻ സാധിക്കുന്നത് മാത്രമേ നിലനിൽക്കൂ. അതിന് മാത്രമേ അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കൂ. ഇനിയും നമുക്ക് 17-ാം വാക്യത്തിലേക്ക് വരാം. ആ വളരെ പ്രശസ്തമായ വാക്യം, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഈ വാക്യം പലപ്പോഴും നാം കേൾക്കാറുണ്ടല്ലേ? ആളുകൾ സാക്ഷ്യം പറയുമ്പോൾ അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ കറുത്ത അധ്യായങ്ങളും ഇപ്പോഴുള്ള മോചനവും വിസ്തരിക്കാറുണ്ട്. ഈ
ക്രിസ്തുവിലാകുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാകുന്നത് ചീത്ത സ്വഭാവങ്ങൾ ത്യജിക്കുന്നത് മാത്രമല്ല, കഴിഞ്ഞകാല ബന്ധങ്ങൾക്കും മാറ്റം വരണം. ലോകത്തോടുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരണം. നാം ക്രിസ്തുവിനോട് ഏകീഭവിക്കുകയാണ്. വിശ്വാസികളുടെ കൂട്ടായ്മയിലേക്ക് നാം ചേർക്കപ്പെടുന്നു. നാം ക്രിസ്തുവിനുള്ളവരാകുന്നു. പഴയത് മാറി പുതിയത് നാം ധരിക്കുമ്പോൾ കർത്താവുമായുള്ള ബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. മഹുദ്ധീകരിക്കപ്പെട്ട ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയുടെ ബന്ധം. അതേ സുഹൃത്തെ, താങ്കളൊരു പുതിയ സൃഷ്ടിയായി എന്ന് എങ്ങനെ അറിയാം? യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം നമുക്ക് നോക്കാം. യോഹന്നാൻ 5:24. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. കർത്താവിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ സുഹൃത്തെ? അവിടുന്ന് മതിയായവനെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ താങ്കൾക്ക് ന്യായവിധിയില്ല. നിത്യജീവൻ്റെ അവകാശിയാണ് താങ്കൾ. ഒരു പുതിയ സൃഷ്ടി തന്നെ. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. താങ്കളുടെ ഉറപ്പ് അനുഭവങ്ങളിൽ മാത്രം അടിസ്ഥാനപ്പെട്ടതായിരിക്കരുത്. താങ്കൾ ഒരു പുതിയ സൃഷ്ടിയാണ്. കാരണം ക്രിസ്തു അത് ഉറപ്പാക്കി തന്നിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനം ദൈവവചനമാകുന്നു. ആദാമിൽ വീഴ്ച സംഭവിച്ച പഴയ സൃഷ്ടിയിൽ അല്ല താങ്കൾ. പുതിയ സൃഷ്ടി ക്രിസ്തുവിലാകുന്നു നിൽക്കുന്നത്. താങ്കൾ താങ്കളുടെ ആശ്രയം, താങ്കളുടെ വിശ്വാസം അവനിൽ അർപ്പിക്കുകയാകുന്നുവെങ്കിൽ താങ്കൾ അവനിൽ ആയിരിക്കുകയാണ് ചെയ്യുന്നത്. വളരെയേറെ അപകടങ്ങളെയും പരീക്ഷകളെയും നേരിടേണ്ട ഒരു സ്ഥാനത്താണ് നാം നിൽക്കുന്നത്. നാം പല വിധത്തിൽ പരാജയപ്പെട്ടു എന്ന് വന്നേക്കാം. എന്നാൽ ഏറ്റവും മഹത്തായ സത്യം എന്തെന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു. നാം അവനിൽ ഒരു പുതിയ സൃഷ്ടിയാകുന്നു. ഇനിയും പൗലോസ് അതേക്കുറിച്ച് സംസാരിക്കുവാനാണ് തുടങ്ങുന്നത്. അതെ, ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഞാൻ 18-ാം വാക്യത്തിലേക്ക് വരട്ടെ. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. നിരപ്പിൻ്റെ ശുശ്രൂഷ എന്താണ്? പാപത്തിൻ്റെ ആ ഭാരങ്ങളിൽ, പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ ഇരിക്കുന്ന ജനത്തിന് നേരെയുള്ള ദൈവത്തിൻ്റെ വിളി, കടന്നുവാ. അതെ, നിരപ്പിൻ്റെ ശുശ്രൂഷ. നിരപ്പെന്ന വാക്ക് ഇവിടെ ഈ വാക്യത്തിൽ 2 പ്രാവശ്യവും, അടുത്തതിൽ 2ഉം അതിനടുത്തതിൽ 1 പ്രാവശ്യവും ഉപയോഗിച്ചിരിക്കുന്നു. നിരപ്പും രക്ഷയും 2ഉം 2ആണ്. രക്ഷയേക്കാൾ 1 പടി കൂടി മുൻപോട്ട് പോകുന്നതാണ് നിരപ്പ്. നമ്മുടെ പാപക്ഷമ സ്വീകരിച്ച് ദൈവിക നീതീകരണം പ്രാപിക്കുന്നതും മാത്രമല്ല, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ വരുന്ന മാറ്റവും നിരപ്പിൽ ഉൾക്കൊള്ളുന്നുണ്ട്. വ്യത്യസ്തമായൊരു സമീപനം. നിരപ്പിന് 2 വശങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തോട് നിരപ്പാകുക, ക്രിസ്തുവിൽ നമ്മെ നിരപ്പിച്ച ദൈവം. രണ്ടാമത്തെ വശം അടുത്ത വാക്യത്തിൽ കാണുന്നു, 19-ാം വാക്യത്തിൽ. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചുമിരിക്കുന്നു. നിരപ്പെന്നാൽ പൂർണ്ണമായും മാറ്റം വരുത്തുന്ന ശുശ്രൂഷയാണ്. മാറ്റം വരുന്നത് ആർക്കാണ്? ദൈവത്തിന് മാറ്റമില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ലോകത്തെ ക്രിസ്തുവിൽ ദൈവത്തോട് നിരപ്പിച്ചു. ലോകത്തിനാണ് ഈ ശുശ്രൂഷ ആവശ്യമായിരിക്കുന്നത്. എല്ലാവരും താൻ്റെ വഴിക്ക് തിരിയുന്ന ലോകത്തെ ക്രിസ്തു ദൈവത്തോട് നിരപ്പിച്ചു. ക്രിസ്തുവിൻ്റെ മരണത്താൽ അത് നിർവഹിച്ചു. നിരപ്പിൻ്റെ മഹത്തായ ശുശ്രൂഷ ക്രിസ്തു നിർവഹിച്ച പ്രവർത്തനമാകുന്നു എന്ന് നാം ഓർക്കണം. കൊലോസ്യ ലേഖനം നാം വായിക്കുമ്പോൾ ഈ നിരപ്പിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് അവിടെയും പറഞ്ഞിട്ടുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 20, 21, 22 വാക്യങ്ങളിൽ.
അതെ, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുൻപിൽ നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ഇതിനെ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യവുമായി താരതമ്യപ്പെടുത്തി ചിന്തിക്കുക. അവിടെ നാം വായിക്കുന്നത്, അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും. അധോലോകം എന്നത് നരകത്തെ സൂചിപ്പിക്കുകയാണ്. എന്നാൽ കൊലോസി ലേഖനത്തിലെ ഭാഗം ശ്രദ്ധിച്ചോ? നിരപ്പിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ എന്നേ പറയുന്നുള്ളൂ. നരകം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്നില്ല. നരകത്തിലുള്ള സകല ജീവികളും കർത്താവിൻ്റെ മുൻപിൽ മുട്ടുമടക്കുമെങ്കിലും ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും മാത്രമേ അവനോട് നിരക്കുന്നുള്ളൂ. ഏത് വിധത്തിലാണ് അവർ നിരക്കുന്നത്? കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങളിൽ ലോകത്തെ ദൈവത്തോട് നിരപ്പിച്ചത് ക്രിസ്തുവിൻ്റെ മരണമാണ്. വീണ്ടും ശ്രദ്ധിക്കുക, ദൈവത്തിന് മാറ്റം വരുന്നില്ല, ലോകത്തിനാണ് മാറ്റം വരുന്നത്. ആദാം പാപത്തിൽ വീണപ്പോൾ വിശുദ്ധനായ ദൈവത്തിന് അവനെ രക്ഷിക്കുവാൻ കഴിയുന്നില്ല. അവനെ ന്യായം വിധിച്ച് ശിക്ഷിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ദൈവത്തിൻ്റെ കഴിവുകേടല്ല. അതിനകത്തെ യുക്തി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. അത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. ആ ദിവസം ആദാം ആത്മികമായി മരിച്ചു, പഴം തിന്ന നാളിൽ. എന്നാൽ 900 വർഷങ്ങൾക്ക് ശേഷം അവൻ ശാരീരികമായി മരിച്ചു. ദൈവത്തിൽ നിന്നും അകന്നത് അവൻ പാപം ചെയ്ത ആ നിമിഷമാകുന്നു. ഇന്നത്തെ അവസ്ഥ അതല്ല. ക്രിസ്തുവിൻ്റെ മരണത്താൽ ദൈവത്തിൻ്റെ കരങ്ങൾ വീണ്ടും മനുഷ്യൻ്റെ നേരെ നീട്ടുന്നു. താങ്കൾക്ക് കടന്നു വരാം. ഇത് ദൈവം മനുഷ്യനോട് അപേക്ഷിക്കുകയാണ്, ഒരു വിധത്തിൽ കൽപ്പിക്കുകയാണ്, ആജ്ഞാപിക്കുകയാണ്. ഏത് കൊടിയ പാപിക്കും ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാം. ലോകത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ കർത്താവ് തൻ്റെ ശരീരത്തിൽ വഹിച്ച് അതിൻ്റെ ശിക്ഷ അനുഭവിച്ചതുകൊണ്ട് ദൈവം നമ്മെ ന്യായം വിധിക്കുകയില്ല. ദൈവം താങ്കളെ വെറുക്കുന്നില്ല സുഹൃത്തെ. അവിടുന്ന് താങ്കളെ സ്നേഹിക്കുന്നു. നിത്യമായ സ്നേഹത്താൽ താങ്കളെ സ്നേഹിക്കുന്നു. നമ്മുടെ കടം മുഴുവനും കർത്താവ് കൊടുത്തു തീർത്തു. അവൻ ആഗ്രഹിക്കുന്നത് ആ മുടിയനായ പുത്രൻ മടങ്ങി വന്നതുപോലെ തൻ്റെ തെറ്റും മനസ്സിലാക്കി മടങ്ങി വരുവാനായി നാം സന്മനസ് കാണിക്കണമെന്ന് മാത്രമാണ്. അവിടുന്ന് നമ്മോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. യാതൊരു വെറുപ്പുമില്ല. മടങ്ങി വരവും മാത്രം ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ഒരുപക്ഷെ മടങ്ങി വരുവാൻ താങ്കൾക്ക് സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം കുറ്റബോധമായിരിക്കാം. എങ്ങനെ സ്നേഹവാനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കും? എങ്ങനെ നോക്കും? ഇത്ര വലിയ പാപം ചെയ്തു. ഒരുപക്ഷെ ലോകത്തിൽ ആർക്കും എന്നോട് ക്ഷമിക്കുവാൻ സാധിച്ചെന്ന് വരില്ല. ഞാൻ ചെയ്ത തെറ്റ് അധികാരികൾ അറിഞ്ഞാൽ എന്നെ കൊലക്കയറിൽ കയറ്റിയെന്ന് വന്നേക്കാം. എന്നാൽ എനിക്ക് എന്നിൽ നിന്ന് തന്നെ അത് മറച്ചു വെക്കുവാൻ സാധിക്കുന്നില്ല. എന്നെ അതെപ്പോഴും കാർന്നു തിന്നുന്നു. അങ്ങനെയുള്ള ഈ തെറ്റ് ദൈവം ക്ഷമിക്കുമോ എന്ന് ചിന്തിച്ച് പതറി നിൽക്കുകയാകുന്നുവെങ്കിൽ സുഹൃത്തെ, ഞാൻ പറയട്ടെ, അതോർത്ത് ഭാരപ്പെടണ്ട. ദൈവസന്നിധിയിലേക്ക് വരൂ. തെറ്റേറ്റു പറയും ആത്മാർത്ഥമായി. ഇനിയും ഒരിക്കലും അത് ചെയ്യില്ല എന്ന തീരുമാനത്തോട്, ഉറച്ച തീരുമാനത്തോടെ ഏറ്റുപറയും. അതാണല്ലോ ആത്മാർത്ഥത. ദൈവം താങ്കളെ യഥാസ്ഥാനപ്പെടുത്തും. താങ്കളുടെ ജീവിതത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാക്കി ദൈവം തീർക്കും. ഓർക്കുന്നില്ലേ വ്യഭിചാരക്കുറ്റത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്? ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണത്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന്. ഇത് പറഞ്ഞിട്ട് യേശു കുനിഞ്ഞിരുന്ന് നിലത്ത് വിരൽ കൊണ്ട് എഴുതുകയായിരുന്നു. യെരമ്യാ പ്രവചനം 17-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം ഒരുപക്ഷെ അവിടെ നിവൃത്തിയായിരുന്നു. എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വെക്കുമെന്നുള്ളത്. അതായിരിക്കും യേശു ചെയ്തത്. എല്ലാവരും ഒന്നൊന്നായി അവിടെ നിന്ന് മാറിപ്പോയി. കല്ലെറിയുവാൻ യോഗ്യതയുള്ള ഒരാൾ മാത്രം ശേഷിച്ചു. ആരാണെന്നറിയാമല്ലോ? യേശു കർത്താവ്.
അവൻ പാപമില്ലാത്തവനാണ്. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. പാപത്തിന് നേരെ കർത്താവ് കണ്ണടയ്ക്കുകയല്ലായിരുന്നു സുഹൃത്തെ. അവളുടെ പാപം അവൻ താൻ വഹിച്ചു. എത്ര സ്നേഹവാനായ കർത്താവ്! ലോകം നമ്മെ ശിക്ഷ വിധിക്കുവാൻ, കുറ്റപ്പെടുത്തുവാൻ നോക്കിയിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ കർത്താവ് സ്നേഹത്തോടെ നമ്മെ തൻ്റെ കൈകളിൽ അണച്ച് ആശ്വസിപ്പിക്കുവാൻ, കൂടുതൽ പ്രയോജനകരമായ ഒരു ജീവിതത്തിനു വേണ്ടി നമ്മെ തയ്യാറാക്കുവാൻ എപ്പോഴും കാത്തിരിക്കുകയാണ്. നാം നമ്മുടേതായ പരിമിതികൾ കണ്ട് പതറി നിൽക്കാതെ, പിന്തിരിഞ്ഞു പോകാതെ, അവിടുത്തെ സ്നേഹം കണ്ട് ആ കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു വരുമോ? മുട്ടുമടക്കി അവനോട് താങ്കളുടെ പാപങ്ങളെ ആത്മാർത്ഥമായി ഏറ്റുപറയൂ. ഇനിയും അത് ചെയ്യില്ല, അതിൽ വീഴില്ല എന്ന് തീരുമാനമെടുക്കൂ. ആ കർത്താവിനെ താങ്കളുടെ ഹൃദയത്തിൽ രക്ഷകനായി അംഗീകരിച്ച് ജീവിതം സന്തുഷ്ടമാക്കൂ. 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. ആരാണൊരു സ്ഥാനാപതി? തൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക പ്രതിനിധിയായി ഒരു വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയാകുന്നു സ്ഥാനാപതി. നാം ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികൾ. നാം വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്നവർ എന്ന് ഓർമ്മിക്കണം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. ഒരു ഗവൺമെൻറ് ഒരു സ്ഥാനാപതിയെ മറ്റൊരു രാജ്യത്തിലേക്ക് അയക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ സൗഹൃദമുള്ള ഒരു സമയത്ത് മാത്രമാണ്. ദൈവം ഈ ലോകത്തെ സ്നേഹിക്കുന്നു. അതിൻ്റെ തെളിവാണ് ഇന്ന് സ്ഥാനാപതികൾ ഈ ലോകത്തിലെല്ലാം, അതെ, സ്വർഗത്തിൻ്റെ സ്ഥാനാപതികൾ, ദൈവത്തിൻ്റെ സ്ഥാനാപതികൾ ഈ ലോകത്തിലെല്ലാം കാണപ്പെടുന്നത്. ഒരു നാൾ സ്ഥാനാപതികളെ തിരിച്ചു വിളിക്കും. അന്ന് ന്യായവിധി ആരംഭിക്കും. അതെ, ഭയാനകമായ ന്യായവിധി അപ്പോൾ ഉണ്ടാകും. 21-ാം വാക്യം നോക്കിക്കാട്ട്. 5-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യമാണല്ലോ. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. എൻ്റെ സ്ഥാനം കർത്താവ് സ്വീകരിച്ചു. അവൻ പാപമറിയാത്തവൻ ആയിരുന്നു. എനിക്ക് വേണ്ടി അവൻ പാപമായി. നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്നു. അവൻ തൻ്റെ സ്ഥാനം എനിക്ക് നൽകി. എന്നെ അവൻ്റെ നീതി ധരിപ്പിച്ചു. എൻ്റെ ഇവിടുത്തെ നരകം അവൻ എടുത്തു. അങ്ങനെ സ്വർഗത്തിൻ്റെ അവകാശിയാക്കി എന്നെ തീർത്തു. അവൻ അതെല്ലാം എനിക്ക് വേണ്ടി ചെയ്തു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അതിമഹത്തായ ഈ ദൂത് ആർക്കെങ്കിലും എത്തിച്ചു കൊടുക്കുവാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? താങ്കൾ എവിടെയായിരുന്നാലും, താങ്കൾ ആരായിരുന്നാലും, എങ്ങനെയായിരുന്നാലും, നഷ്ടപ്പെട്ടൊരു ലോകത്തിന് ഈ നിരപ്പിൻ്റെ വചനം എത്തിക്കുവാൻ താങ്കൾ എന്താണ് ചെയ്യുന്നത്? ദൈവം നിരന്നിരിക്കുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. താങ്കൾക്ക് വേണ്ടിയും സകല മാനവവർഗത്തിനു വേണ്ടിയും ക്രിസ്തു മരിച്ചപ്പോൾ ദൈവത്തിന് ക്രിസ്തുവിനോട് തോന്നിയ അതേ തോന്നൽ താങ്കളോടും തോന്നുന്നു. ഇതത്രേ താങ്കളിൽ നിന്നും കേൾക്കുവാൻ ലോകം ഇന്ന് ആഗ്രഹിക്കുന്നത്. ലോകം അവനോട് നിരന്നിരിക്കുന്നു. എന്നാൽ അവർ തിരിഞ്ഞ് വിശ്വാസത്താൽ അവൻ്റെ അടുത്തേക്ക് വരേണ്ടിയിരിക്കുന്നു. ഈ ദൂത് നമുക്ക് ലോകത്തിനെത്തിക്കാം സുഹൃത്തെ. ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാകുക. നിരപ്പിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ദൈവ പൈതലും. നിരപ്പിൻ്റെ ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ നിങ്ങൾക്കും എനിക്കും സാധിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നാം പൂർണ്ണമായും വിധേയപ്പെടുത്തുമ്പോഴാണ്. അതിന് സാധിക്കുന്നുണ്ടോ സുഹൃത്തെ? ജീവിതത്തിൽ ദൈവവുമായി ബന്ധമില്ലാതെ അനേകരും നമ്മുടെ ചുറ്റുപാടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ദുരിതമനുഭവിക്കുമ്പോൾ, നിരപ്പിൻ്റെ ശുശ്രൂഷ പ്രാപിച്ച നമുക്ക് അതിലെത്ര ഗൗരവമായി പങ്കെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. നാം ഇന്ന് ചിന്തിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിന് പ്രത്യേകം നന്ദി. അത് നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു എന്ന് വിശ്വസിക്കട്ടെ. പ്രാർത്ഥനയോടെ കേൾക്കുന്ന വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം.